നമസ്കാരം. ഒരാളുടെ ജീവിതാവസ്ഥകളിൽ അയാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളിൽ അയാൾക്ക് തന്നെ ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ അയാളുടെ ജീവിതം ഒരിക്കലും സമാധാനപൂർണ്ണമായിരിക്കും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കും. എൻ്റെ ഒരു സുഹൃത്ത് നല്ല ജോലിയുണ്ട്, കുടുംബമുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. കുടുംബ സദസ്സുകളിലും സുഹൃത്ത് വലയങ്ങളിലും ഏകദേശം നന്നായി പാടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാൾ സ്വീകാര്യമാണ്. എന്നാൽ കക്ഷിയുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത് നല്ലൊരു പാട്ടുകാരനായി ഇതുവരെ അറിയപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ഗായകൻ എന്ന നിലയിൽ അയാളുടെ പരിമിതി മറ്റുള്ളവർക്ക് ബോധ്യമായിരുന്നെങ്കിൽ അയാൾക്ക് സ്വയം ഒരിക്കലും ബോധ്യമായിരുന്നില്ല. ചെറുപ്പം മുതൽ പരിശീലിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ താൻ ഇപ്പോഴേ ഒരു നല്ല ഗായകനായി അറിയപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് അയാൾ എപ്പോഴും ആലോചിക്കുമായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രതീക്ഷകളും സങ്കല്പങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. സംരംഭം തുടങ്ങുന്നവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ബിൽഗേറ്റ്സും യൂസഫ് അലിയും ഒക്കെ ആയി മാറണമെന്നാണ്. സ്വപ്നങ്ങൾ നല്ല തന്നെയാണ്, പക്ഷെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത സ്വപ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യവുമായി നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറായി കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും സമാധാനപൂർണ്ണമായിരിക്കും. പത്തേമാരി എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ ചെറുപ്പത്തിലെ ഗൾഫിലെത്തി ജോലി ചെയ്യുന്നവരാണ്. അയാളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ജോലി ചെയ്തിട്ടും നിങ്ങൾ എന്താണ് നേടിയത് എന്ന്. നിങ്ങളൊരു യൂസഫ് അലിയോ ഒന്നും ആയി മാറിയില്ലയോ എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും സമാധാനമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതേപോലെ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ജീവനോപാധി നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സഫലമാണ്. ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മളുടെ അധ്വാനം കൊണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ അച്ഛനമാരും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ സമാധാനമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അമിതമായ പ്രതീക്ഷകൾക്ക് പുറകിൽ പോകാതെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായും സമാധാനപൂർണ്ണമായി. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രതീക്ഷകളും സങ്കല്പങ്ങളും വെച്ച് പുലർത്തിയാൽ നമുക്കൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല. നന്ദി.